ഇതാണ് ബുർജിൽ അറബ്. 1996-ൽ എൻ്റെ മിഡിൽ ഈസ്റ്റ് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ സമീപകാലത്ത് മിഡിൽ ഈസ്റ്റിൽ നടന്ന ഈ മംഗല്യ സൂത്രാണിയുമല്ലോ. ₹1 കോടി ഒരു ദിവസം കൊണ്ട് ചെലവാക്കാമോ? സ്വർണമോ വജ്രമോ വാങ്ങിയല്ല, അതൊന്നും വാങ്ങാതെ ലക്ഷറിയായി ജീവിച്ചുകൊണ്ട് മാത്രം. അതെ, കഴിയും. ഒരാഴ്ചയിൽ 10 കോടിയോ അതിലും അധികമോ വരെ പണമുണ്ടെങ്കിൽ ചെലവാക്കാം. അത് നമുക്ക് കേൾക്കാം, മനസ്സിലാക്കാം, വേണമെങ്കിൽ അല്പം കുശുമ്പും പറയാം. അങ്ങനെയുള്ള ലക്ഷറി ഹോട്ടലുകൾ ലോകത്തിലുണ്ട്. ഇതാണ് ബുർജിൽ അറബ്. ദുബായ് അറേബ്യൻ ഗൾഫിൻ്റെ ഹൃദയത്തിൽ കടലിനകത്ത് നിർമ്മിച്ച ദ്വീപിൽ 280 മീറ്റർ ഉയരത്തിൽ 56 നിലകൾ. കടലിന് മുകളിൽ 200 മീറ്ററിൽ ആകാശ റെസ്റ്റോറന്റ്. മുൻവശത്ത് മുകളിൽ പൂർണ്ണമായും ബിൽഡിങ്ങിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹെലിപാഡ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ മംഗല്യ സൂത്രാണിയുമല്ലോ. മനോഹരമായ നെറ്റിയിൽ വട്ടത്തിൽ ചാർത്തിയ സിന്ദൂര് 3D വിഷനിൽ കാണുന്ന പോലെ. എനിക്കിതൊരു ഹോട്ടൽ മാത്രമല്ല, എൻ്റെ ഓർമ്മയും ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമാണ്. 1996-ൽ എൻ്റെ മിഡിൽ ഈസ്റ്റ് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. കടൽ നിരപ്പിന് താഴെ പവർ ഹൗസിൻ്റെ ലൂവർ ഇൻസ്റ്റാളേഷൻ. കേരളത്തിൽ നിന്നും 7 നിലയ്ക്കപ്പുറം കെട്ടിടം കണ്ടിട്ടില്ലാത്ത ഒരാളിന് ബുർജിൽ അറബിൻ്റെ നിർമ്മാണം മറ്റൊരു ലോകം തന്നെയായിരുന്നു. ഇന്ന് കേരളത്തിൽ സ്കൈ സ്ക്രാപ്പറുകൾ ഉയരുന്നു, നമുക്ക് വളരെയധികം ഉയരമുള്ള കെട്ടിടങ്ങളുണ്ട്, സാങ്കേതിക വിദ്യ വളരുന്നു. പക്ഷേ നമ്മൾ വളർന്നോ എന്നാണ് സംശയം. സമീപകാലത്ത് മിഡിൽ ഈസ്റ്റിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ വാർത്തകൾ, ഒരു ചെറിയ തീപിടുത്തം ലോകമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. കടലിനകത്ത് ദ്വീപ് നിർമ്മിക്കാൻ നമുക്ക് കഴിയും, ആകാശത്ത് റെസ്റ്റോറൻറ്റ് നിർമ്മിക്കാൻ കഴിയും, മഹാനിർമ്മിതികൾ സൃഷ്ടിക്കാൻ കഴിയും, ഗോളാന്തര യാത്രകൾ നടത്താൻ കഴിയും. പക്ഷേ സമാധാനം ഉണ്ടാക്കാൻ മാത്രം എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? വർഷങ്ങളായ യുദ്ധങ്ങൾ, പല സ്ഥലങ്ങളിൽ ദശാബ്ദങ്ങളായ സംഘർഷങ്ങൾ. ബാധിതർ എവിടെയും എപ്പോഴും സാധാരണ ജനങ്ങൾ തന്നെ. ഞാൻ കണ്ടു മനുഷ്യൻ്റെ വിവിധ മേഖലയിലെ അതുല്യമായ കഴിവുകൾ. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ ഈ അതുല്യമായ കഴിവിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ലേ? വൈരവും പോരും കാട്ടിലെ ജീവികളുടെ സ്വഭാവമാണ്. അവർക്കത് നിലനിൽപ്പവും ആഹാര സമ്പാദനവുമാണ്. നാം അതിനെ മറികടന്ന് സിവിലൈസ്ഡ് മനുഷ്യരായി ജീവിക്കുന്നു. നമുക്ക് അത്ഭുതങ്ങൾ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ സമാധാനവും കൊണ്ടുവരാൻ കഴിയേണ്ടതല്ലേ? യുദ്ധത്തിനല്ല, സമാധാനത്തിനായി കോടികൾ ചെലവാക്കുന്ന ലോകം നമുക്ക് സ്വപ്നം കാണാം. നശിപ്പിക്കാതെ നമുക്കായി, നമ്മുടെ വരും തലമുറയ്ക്കായി കൂടുതൽ നല്ല നാളുകൾ നമുക്ക് നിർമ്മിക്കാം. യുദ്ധം നടത്തി ആരും സ്ഥിരമായ വിജയം നേടിയിട്ടില്ല. കൊന്നും കൊലവിളിച്ചുമുള്ള വിജയങ്ങൾ ഇനി നമുക്ക് വേണ്ട.